നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫെയർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ്. കുറ്റങ്ങളും കുറവുകളും നിങ്ങളുടെ അഭിനന്ദനങ്ങളും എന്ത് കാര്യങ്ങളും പറയാനുള്ളൊരു വേദിയാണ് റാപ്പിഡ് ഫെയർ. അപ്പോൾ റാപ്പിഡ് ഫെയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു നിക്ഷേപ പദ്ധതിയെപ്പറ്റി പറയാം. നമുക്കറിയാവുന്ന പോലെ 2024 നിങ്ങൾക്കെല്ലാം വാഹനങ്ങളുടെ കാര്യത്തിൽ കാര്യമായ രീതിയിൽ ഡിസ്കൗണ്ട് കിട്ടിയൊരു വർഷമാണ്. എല്ലാ വാഹന നിർമ്മാതാക്കളും ഡീലേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടുകൾ തന്നിരുന്നു. അതിന് കാരണം 2024 മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് അത്ര കാര്യമായ രീതിയിൽ കയ്യിൽ പൈസയുള്ളൊരു കാലമായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ബജറ്റിലൊക്കെ മിഡിൽ ക്ലാസ്സിന് വേണ്ടി ധാരാളം പുതിയ പദ്ധതികളൊക്കെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതാകാനുള്ള കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം സമ്പാദിക്കാൻ പറ്റുന്നുണ്ടോ അതിൽ കൂടുതൽ നമ്മൾ ചിലവാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. കൂടാതെ നമ്മൾ ഒട്ടും തന്നെ നിക്ഷേപത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കിട്ടുന്ന പൈസയെല്ലാം നമ്മൾ ചിലവാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നം. എന്നാൽ ചെറിയ ഒരു തുകയൊക്കെ നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ നിക്ഷേപിച്ച് നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടാവുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നത് ടാറ്റ AIA ലൈഫാണ്. അവരുടെ ടാക്സ് ബൊണാൻസ കൺസംഷൻ ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. 10 രൂപയാണ് ഈ ഫണ്ടിൻ്റെ NAV. ഏറ്റവും കുറഞ്ഞ തുക നിക്ഷേപിക്കാവുന്നത് 2000 രൂപയുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർച്ച് 31 വരെ മാത്രമേ ഈ ഒരു പദ്ധതി നിലവിലുള്ളൂ എന്നുള്ള കാര്യമാണ്. അതായത് മാർച്ച് 31 മുമ്പ് നിങ്ങളൊരു നിക്ഷേപ പദ്ധതിയിൽ ചേരേണ്ടതാണ്. അപ്പോൾ ഈ നിക്ഷേപ പദ്ധതിയെ പറ്റി അറിയാനുള്ള ലിങ്കും മറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ ഈ നിക്ഷേപ പദ്ധതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം സേഫാക്കി വെച്ചുകൊണ്ട് ബാക്കി ഭാഗം സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, അതുപോലെ ലാർജ് ക്യാപ്പ് കമ്പനികളിൽ ടാറ്റ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു റിട്ടേൺ കിട്ടാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഈ ടാറ്റ AIA ലൈഫിനെ പറ്റി കൂടുതൽ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. 2015 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ഇന്ത്യ കൺസംഷൻ ഫണ്ട് ഇതുവരെ 20.6% റിട്ടേൺ നൽകിയത്. അതുപോലെ തന്നെ 5 വർഷത്തിൽ ഏതാണ്ട് 27.6% റിട്ടേണും നൽകിയിട്ടുണ്ട്. ടാറ്റ AIയുടെ തന്നെ മുൻ വർഷങ്ങളിൽ ലോഞ്ച് ചെയ്ത 4 ഫണ്ടുകൾ കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് 20%-ലധികം റിട്ടേൺ നൽകിയ കഥയും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങാണ് ലൈഫ് കവർ നമുക്ക് ലഭിക്കുക. വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല. അതായത് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത. അതുപോലെ പ്രവാസികളെ സംബന്ധിച്ചാണെങ്കിൽ അവർ മാസം 18,000 രൂപ വീതം നിക്ഷേപിച്ചാൽ 2 കോടി രൂപയുടെ റിട്ടേൺ സാധ്യതയും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മറക്കണ്ട, ഈ NFOയുടെ അവസാന തീയതി മാർച്ച് 31 വരെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കുക, അതിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹ്യുണ്ടായി ഇയോണിൻ്റെ ഓണറിനാണ്. നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എൻ്റെ ഒരു വിജയ് രാമാനുജ്. ഞാനിവിടെ എറണാകുളം ഒരു ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയാണ്. ആദി ഇൻസ്റ്റിറ്റ്യൂട്ട്? അതെ. എന്ത് പഠിപ്പിക്കുന്നത്? അത് ലോജിസ്റ്റിക്സ് ഉണ്ട്, QA QC DM ഉണ്ട്. ഞാനിപ്പം ലോജിസ്റ്റിക്സിന്റെ ഫാക്കൽറ്റിയാണ്, കൂടാതെ അവിടുത്തെ HOD കൂടെയാണ്. അതെന്താണ് ലോജിസ്റ്റിക്സിന്റെ എന്ത് കോഴ്സാണ് പഠിപ്പിക്കുന്നത്? ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഉണ്ട്, PG ഡിപ്ലോമ. ഡിഗ്രിക്കാർക്കും ഡിഗ്രിക്ക് മുമ്പും +2-ന് ശേഷമൊക്കെ സ്റ്റുഡൻസ് വന്ന് എടുക്കുന്നുണ്ട് കോഴ്സുകൾ. ഇപ്പൊ ലോജിസ്റ്റിക്സ് ഒരു വലിയ ഗംഭീര സംഭവമായിട്ട് പോകുന്നുണ്ടല്ലോ. ഞാനിപ്പോ ഇന്നലെ ഹോളി ഗ്രേസ് അക്കാഡമി എന്ന് പറഞ്ഞ മാളയിലുള്ള ഒരു സ്ഥാപനത്തിൽ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ വരുന്നത്. കാരണം ഒരുപാട് സ്കോപ്പ് ലോജിസ്റ്റിക്സിലുണ്ട്. ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് കസ്റ്റമറിൽ എത്തുന്ന വരെയുള്ള എല്ലാത്തിനെയും എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യുന്നതാണ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അത് ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റുഡൻസ് എടുക്കുന്നത്. അതെ. പിന്നെ എനിക്ക് അല്ലാതെ ഒരു സൈഡ് ബിസിനസ് ഉണ്ട്, VLearn Max എന്ന് പറഞ്ഞിട്ട് മാത്സിന്റെ ട്യൂഷനൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഒരു എഡ്യൂക്കേഷൻ ബിസിനസ്. ഓൺലൈനും ഉണ്ട്, ഹോം ട്യൂഷൻസും ഉണ്ട്. സ്റ്റുഡൻസിന്റെ വീട്ടിൽ ഡയറക്റ്റ് പോയി. നാട് കൊല്ലമാണ്. ഇവിടെ ഞാൻ ഇപ്പം തൃപ്പൂണിത്തുറയിൽ താമസിക്കും. അപ്പോൾ ഇയോൺ എന്തുകൊണ്ട്? ഇയോൺ ആക്ച്വലി ഇത് ഞാൻ സെക്കൻഡ് എടുത്തതാണ്. ഒരുപാട് വാഹനങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, സ്വിഫ്റ്റ്, വാഗണാർ, ഈവൻ പഴയ ഡിസയർ ഒക്കെ എൻ്റെ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറേ വാഹനങ്ങൾ പോയി നോക്കിയിട്ട് ഒന്നെങ്കിൽ റീസെയിൽ വാല്യൂ അതിന് കൂടുതലാണ്, പിന്നെ പോയി നോക്കിയ വാഹനങ്ങൾക്ക് ചിലതിനൊക്കെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ സെക്കൻഡ് എടുക്കാൻ പോകുമ്പോൾ ഒരു മെക്കാനിക്കിനും കൂടെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒരു 7-8 വാഹനങ്ങൾ പോയി നോക്കി. അപ്പൊ മെക്കാനിക്ക് പറഞ്ഞത് കണ്ടതിൽ ബെറ്റർ ഇയോണാണ്, ബെസ്റ്റ് ഇയോണാണ്, ഒരു 2-3 വർഷം എന്തായാലും ഇഷ്യൂ ഒന്നും വരില്ല എന്ന് മെക്കാനിക്ക് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഏത് മോഡൽ? ഇത് 2014 മോഡൽ. 10 വർഷമായി അല്ലേ? 10 വർഷം. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഹൈറ്റ് ഉള്ള ആളായതുകൊണ്ട് ഒരു പക്ഷേ വാഗണറൊക്കെ ആയിരിക്കും അല്ല ഇരുന്നപ്പോ കൂടുതൽ കംഫർട്ടബിൾ. അതെ, കംഫർട്ടായിട്ട് തോന്നിയത് വാഗണറാണ്. പക്ഷെ ഞാൻ പ്രധാനമായിട്ടും സിറ്റി കമ്മ്യൂട്ടിന് വേണ്ടി എടുത്തതാണ്. ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് ഓഫീസിൽ വരുന്നതൊക്കെ ഈ കാറിൽ തന്നെയാണ്.
അപ്പോൾ സിറ്റി പർപ്പസിൽ എനിക്ക് ഒരുപാട് ബെനിഫിഷ്യലായിട്ട് തോന്നി. പക്ഷെ ഇതുകൊണ്ട് കൊല്ലത്ത് ഓടിച്ചു പോകാനൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ ലോങ് അധികം പോവാറില്ല. ഞാൻ ഈവൻ ലോങ് യാത്ര ചെയ്യുവാണെങ്കിലും റെന്റിനെടുത്തിട്ടാണ് പോകുന്നത്. റെന്റ് സർവീസ് ഒരുപാട് എറണാകുളത്തുണ്ടല്ലോ. അപ്പം ബ്രീസയും അതല്ലെങ്കിൽ എസ്ക്രോസ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എത്ര രൂപയൊക്കെ ആകുന്നുണ്ട് അതിനൊക്കെ ഒരു ദിവസം? അത് പെർ ഡേ ഡിപ്പെൻസ് ആണ്. ചില കമ്പനീസ് 1300 പെർ ഡേ. ചിലത് എൻ്റെ ഫ്രണ്ടിന്റെ ഒരു കമ്പനി പോലെ ഉണ്ട്, ഒരു 1000 എനിക്ക് തരാറുണ്ട്. പിന്നെ അതിന് ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞുള്ള കിലോമീറ്ററിന് എക്സ്ട്രാ പൈസ? അതെ, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അത് ആദ്യമേ പറഞ്ഞെടുക്കുവാണെങ്കിൽ അവർ റേറ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം ഫസ്റ്റ് 1000 ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ പെർ ഡേ റേറ്റ് 1000. അപ്പൊ ഞാൻ പറയുകയാണ് ഒരു 600 കിലോമീറ്റർ എനിക്ക് ഓടാനുണ്ട് എന്ന് പറഞ്ഞാൽ അവർ റേറ്റ് അവർ കൂട്ടും, ഒരു 1400. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെനിഫിഷ്യൽ ആണ് ആക്ച്വലി. ഇപ്പൊ ലോങ് ഒക്കെ പോകാൻ നേരത്ത് അതിൽ തന്നെ ഇവൻ തമിഴ്നാടൊക്കെ പോകുമ്പോൾ ഞാൻ ബ്രീസയിലൊക്കെയാണ് പോകുന്നത്. സിറ്റിക്ക് വേണ്ടി മാത്രം. അപ്പം എങ്ങനെയുണ്ട് ഇപ്പൊ കുറച്ച് എത്ര ഇപ്പൊ എടുത്തിട്ട് എത്ര? ഞാനിപ്പോ ഒരു 1.5 month ആവുന്നേ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഒരു ഇംപ്രഷൻ ഇതിനെ പറ്റി? എനിക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് കൂടുതലും മൈലേജ് ആണ്. സിറ്റിയിലൊക്കെ വിത്ത് AC തന്നെ ഒരു 18-19 കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സ്മോൾ ഫാമിലിക്ക് പറ്റിയൊരു കാർ, 3-4 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിട്ട് തോന്നി. ഇപ്പോൾ 4 പേര് ഇരുന്ന് പോകാൻ നേരത്ത് ഒരു അത്യാവശ്യം വലിയ ഹമ്പൊക്കെ ചാടാൻ നേരത്ത് അടി തട്ടാറുണ്ട്, അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നി. പിന്നെ 5 പേർക്ക് എന്തായാലും കംഫർട്ട് അല്ല, അതൊരു ഇഷ്യൂ ആണ് ഈ ഒരു ഇയോണിന്റെ കേസ്. പിക്കപ്പ് ഈ പറഞ്ഞ പോലെ 5 പേര് ഇരുന്ന് പോകാൻ നേരത്ത് കുറച്ച് ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ സിംഗിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇത് എത്ര രൂപയ്ക്ക് കിട്ടി ഒരു 10 വർഷം പഴക്കമുള്ള ഈ 10 വർഷം ആക്ച്വലി 1.4 സംതിങ് 45 റേഞ്ചിനാണ് കിട്ടിയത്. അപ്പം ഇത്ര ഈ പല വാഹനങ്ങളും നോക്കിയതിൽ ഏറ്റവും വില കുറവും ഏറ്റവും കംഫർട്ടബിൾ ഇതാണെന്നാണ് ഫീൽ ചെയ്തത്? അതായത് ഞാനിപ്പോൾ ഒരു സെക്കൻഡ് വാഹനങ്ങൾ നോക്കാൻ നേരത്ത് ഒരു പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഫസ്റ്റ് എന്റെ പർപ്പസ് എന്താണെന്ന് കണക്കൂട്ടലിന്റെ ആളാ, കണക്കുപിടിപ്പിക്കുന്ന. അതെ, ഫസ്റ്റ് പർപ്പസ് എന്താണെന്ന് നോക്കും, അതല്ലാതെ ബഡ്ജറ്റ് നോക്കും. ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. കൂടാതെ ഞാൻ ഒരു മെക്കാനിക്കിനും കൂടെ നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കിനൂടെ കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ എൻ്റെ മനസ്സിൽ സ്വിഫ്റ്റ് ആയിരുന്നു, പഴയ മോഡൽ സ്വിഫ്റ്റ് എടുക്കണം എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ എൻ്റെ ബഡ്ജറ്റിൽ അതില്ല. പിന്നെ കണ്ട വാഹനങ്ങൾ ചിലതൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, മെക്കാനിക്കൽ സൈഡൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെയാണ് മെക്കാനിക്ക് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇയോൺ എടുക്കുന്നത്. എടുക്കാൻ നേരത്തെ ഒരു 70 അടുപ്പിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു. 70 ഓടിയാലും കുഴപ്പമില്ലെന്നാണ് മെക്കാനിക്കിന്റെ അഭിപ്രായം. ആ മെക്കാനിക് അഭിപ്രായത്തിൽ പറഞ്ഞത്. അപ്പൊ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തൊരു 3 വർഷം മേജർ ഇഷ്യൂ ഒന്നും വരാൻ പാടില്ല. പിന്നെ മെക്കാനിക് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വർഷം പ്രശ്നമൊന്നും ഇല്ലാത്ത വണ്ടി തന്നെ സജസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണ് ആള് പറഞ്ഞത് ഇത് ഓക്കെയാണ്. ഇത്ര ഓടിയിട്ടുണ്ടെങ്കിലും ഉപയോഗിച്ചിരുന്ന ആള് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. ആദ്യത്തെ ആൾ 70,000 ഓടിയ ആളാണ്. അതെ, എങ്കിലും അത് കൂടുതലല്ല. 10 വർഷം കൊണ്ട് 70,000 ഓടുക എന്ന് പറഞ്ഞാൽ കൂടുതലല്ല. അതെ. അപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം ഇതുപോലെ സിറ്റി യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് അല്ലേ? അതെ, ഇയോൺ ഷോർലി സജസ്റ്റ് ചെയ്യാം. പക്ഷെ ഫാമിലിക്ക് പറ്റില്ല. ഒരു 5 പേരുള്ള 4 പേർക്ക് സ്ഥിരം യാത്രയാണെങ്കിൽ പറ്റും. ലോങ് ട്രിപ്പും അത്ര സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു. ഹ്യുണ്ടായിന്ന് എനിക്ക് ഓടിക്കാൻ വേണ്ടി തന്നു. 1.5 വർഷത്തോളം ഉണ്ട്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ടൗണിൽ ഇതിന്റെ ലാഗ് ആയിരുന്നു. അത് പക്ഷെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്കതൊരു കാര്യമായ രീതിയിൽ ഫീൽ ചെയ്തു. ഒരു പക്ഷെ ആ വണ്ടിയുടെ പ്രശ്നമായിരുന്നിരിക്കാം. എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ മൈലേജ് മൈലേജ് എനിക്ക് ഇത്ര ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അന്ന് കാലത്ത്. 19 കിട്ടുന്നെങ്കിൽ അതൊരു ഹൈവേയിലൊക്കെയാണ് 20-25-24 കിട്ടാൻ 21 അതെ. ഞാൻ പിന്നെ അത് റാഷ് ഡ്രൈവിംഗ് അല്ല, ഒരു സ്മൂത്ത് വേയില പോകുന്നത്. ഞാൻ അന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 18-19 റേഞ്ചിൽ ഉണ്ടായിരുന്നു മൈലേജ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഒരു സെക്കൻഡ് ഹാൻഡ് സിറ്റി കാർ വേണമെങ്കിൽ വളരെ നല്ല ഒരു സജഷൻ ആയിട്ടാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത്. ദീർഘദൂര യാത്രയിലൊക്കെ 5 പേരൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും തരക്കേടില്ലാത്ത ബിൽ ക്വാളിറ്റി, നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളും, ഡ്രൈവിംഗ് എക്സ്പീരിയൻസും നല്ലതാണ്, ഡ്രൈവിംഗ് കംഫർട്ടും ഉണ്ട്, ഓട്ടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ ഈ വിലയ്ക്ക് ഈ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വാഹനം. ബാക്കി ഇപ്പം വാഗണാറൊക്കെ ഇപ്പോഴും നല്ല അല്ലേ? എത്ര ഉണ്ടാവും? ഞാൻ 2009 ഒരു വാഗണാർ നോക്കിയപ്പോൾ തന്നെ, അതായത് 2ാമത്തെ ജനറേഷൻ മോഡൽ, അത് നോക്കുമ്പോൾ തന്നെ 1.35 പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ 2014 മോഡലാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി മെയിൻ്റെനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും, എന്നാലും സർവീസ് സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കൊച്ചിയിൽ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കീപ് ഗോയിങ് എന്നിട്ട് പുതിയൊരു വാഹനമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഷുവർ സർ, താങ്ക് യു സോ മച്ച്. കണക്കൊടിപ്പിക്കലും ലോജിസ്റ്റിക്സ് ഒക്കെ മുന്നോട്ട് പോട്ടെ. അതെ സർ, താങ്ക് യു. ബൈ.
നിങ്ങൾ ഇപ്പോൾ സിംഗപ്പൂരോ അതുപോലെ ഇന്തോനേഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പോവുകയും അവിടെ വെച്ച് ഗ്രൂപ്പ് ടൂറിനൊക്കെ പോവുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ കയറുന്ന വാഹനം ഇതായിരിക്കും. മിക്കവാറും ഈ വാഹനമായിരിക്കും നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നത്, നിങ്ങളെ ആ രാജ്യം കൊണ്ടുപോയി കാണിക്കുന്നതും. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ പതിവില്ലാത്ത ഒരു ടൊയോട്ട കമ്മ്യൂട്ടറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിന് പേര് ടൊയോട്ട ഹൈയേഴ്സ് എന്നാണ്. അതിൻ്റെ ഉടമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമസ്കാരം. ഈ ഉടമയുടെ കമ്പനി എറണാകുളത്ത് ജീവിച്ചിട്ടുള്ളവരല്ല, കേരളത്തിൽ പൊതുവെ ജീവിക്കുന്നവർ കണ്ടിട്ടുള്ള കമ്പനിയാണ് ഗ്രീൻലാൻഡ് ടൂൾസ് എന്നാണ്. ഗ്രീൻലാൻഡ് എറണാകുളത്ത് എവിടെ നോക്കിയാലും ഗ്രീൻലാൻഡ് ഒരു വാഹനം ഓടുന്ന കാണാം. എല്ലാ തരത്തിലുള്ള വാഹനങ്ങളുമുള്ള ഒരു കമ്പനിയാണ് ഗ്രീൻലാൻഡ് ടൂൾസ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ പതിവില്ലാത്ത ഒരു സെഗ്മെൻറ്റിലെ വാഹനമാണ് ഇപ്പോൾ അവർ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാഹനം വാങ്ങിക്കാനുള്ള കാരണം? അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇഷ്ടം പോലെ വേണമെങ്കിൽ വാഹനങ്ങൾ ഇപ്പോൾ പുതിയ ഫോഴ്സിൻ്റെ വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും എന്തിനാണ് ഇത് ഇമ്പോർട്ട് ചെയ്ത് വന്നതാണല്ലോ, അതിനെപ്പറ്റി നമുക്ക് ചോദിക്കാമെങ്കിൽ പോലും എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം? നമുക്ക് ടൂറിസ്റ്റുകളുടെ ഡിമാൻഡുകൾ, അവർക്ക് താല്പര്യമുണ്ട് ഈ വാഹനത്തോട്. നമ്മൾ പലരും ഇത് ചോദിച്ചു വരും, ഈ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ച് എൻക്വയറികൾ വരാറുണ്ട്. അത് വിദേശത്തു നിന്നുള്ള എൻക്വയറി വിദേശത്തുനിന്നുള്ള വരാറുണ്ട്, ഡൽഹി ഏജൻസി വഴി വരാറുണ്ട്. അങ്ങനെ ഡൊമസ്റ്റിക് ടൂർസും ഇന്റർനാഷണൽ ടൂർസും ഒക്കെ ആയിട്ടുള്ളവർക്ക് ഇത് ഭയങ്കര താല്പര്യമുള്ള ഒരു വെഹിക്കിളാണ്. ശരി. അപ്പോൾ നമ്മളിത് ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇത് നമ്മുടെ മൂന്നാമത്തെ വെഹിക്കിൾ. മൂന്നാമത്തെയാണ്. രണ്ടും ഇപ്പോൾ ഓടുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതുകൊണ്ട് ഫുള്ള് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതല്ലേ? അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്നതാണോ? അല്ല, ഫുള്ളി ഇമ്പോർട്ടഡ് ആണ്. പുതിയ വെഹിക്കിളാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്? ഇത് ജപ്പാനിൽ പർച്ചേസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത്. ശരി. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടും? ഇത് ഇവിടെ എത്തുമ്പോൾ എത്ര രൂപയാകും? ഏകദേശം ഒരു 1 crore വരുന്നത്. വണ്ണിനടുത്തേ ആവുള്ളൂ അല്ലേ? ഞാൻ വിചാരിച്ചാൽ അതിലൊക്കെ കൂടുതലാവും. വണ്ണിനടുത്തേ ആവുള്ളൂ. എന്താണ് ഇപ്പം? ഞാൻ പേരൊക്കെ ചോദിക്കാൻ വിട്ടു കേട്ടോ. അത് ആവേശത്തിൽ, ഈ വാഹനം കണ്ടപ്പോൾ ആവേശത്തിൽ പേര് ബിജോയ്. അപ്പോൾ ബിജോയുടെ കാര്യത്തിൽ ബിജോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഈ വണ്ടിയുടെ? എനിക്ക് ഇതിൻ്റെ ട്രാവൽ കംഫർട്ട്, ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പിന്നെ ഒരു ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളാണ്. സാധാരണ ഇപ്പോൾ ടെമ്പോ ട്രാവലറോ ഫോഴ്സ് അർബാനിയ അങ്ങനെയുള്ള വെഹിക്കിളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇത് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ട്രാവൽ കംഫർട്ടും ഇതിലുണ്ട്. നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ്. സീറ്റിംഗ് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്, കമ്പനി സീറ്റ് അല്ല, വേറെ സീറ്റാണ്. നല്ല ലക്ഷറി ആയിട്ട് സീറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ജപ്പാനിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത് സീറ്റൊക്കെ? ജപ്പാനിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 16 സീറ്റായിട്ടാണ് കിട്ടുന്നത്. നമ്മളതിപ്പോൾ 9 സീറ്റാക്കി. 9 സീറ്റും ഡ്രൈവറും പിന്നെ ഒരു കോ ഡ്രൈവർ സീറ്റും ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഇത് പ്രിഫർ ചെയ്യുന്നവരെന്താണ് ഇതൊന്ന് ആഗ്രഹിക്കുന്നത്? ഇപ്പം നമ്മൾ ഫോറിൻ ടൂറിസ്റ്റുകൾ നമുക്കറിയാം, പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്? ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്കും നമ്മളുടെ ഇവിടെ പുതിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ യാത്ര ചെയ്യാനും അതിൽ കംഫർട്ടബിൾ ആണെന്ന് കണ്ടാൽ അതിൻ്റെ കാണാനുള്ള ഭംഗി, പിന്നെ നമ്മളിപ്പോൾ ഒരു ദൂരമുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നു, അത് ഒരു കുറച്ച് സമയം സേവ് ചെയ്തെത്തുന്നതും പിന്നെ കംഫർട്ടായിട്ട് പോയി വരുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഈ വണ്ടി താല്പര്യമാണ്. ശരി. പിന്നെ കുറച്ച് ലോ ഫ്ലോർ ടൈപ്പാണ്, കാരണം കയറാനും ഇറങ്ങാനൊക്കെ ഈസിയാണ്. പിന്നെ സീറ്റുകളൊക്കെ എല്ലാം വളരെ വൈഡാണ്. ഫ്രണ്ടിലെ സീറ്റ് ഇലക്ട്രിക്കൽ സീറ്റ്സ് ആണ്. 5 സീറ്റ് ഇതിൽ ഇലക്ട്രിക്കലാണ്. അതിൽ പുഷ് ബാക്ക് ഉണ്ട്. പിന്നെ അതിൽ സീറ്റ് മസാജേഴ്സ് ഉണ്ട്. പിന്നെ പ്രീമിയം മോഡൽ സീറ്റ്സ് ആണ് ഇതിൽ. അപ്പോൾ നമ്മളിത് കൊണ്ടുവന്ന ഡൽഹിയിലാണോ നമ്മൾ ഇന്റീരിയർ കസ്റ്റമൈസ് ചെയ്തത്? ഇന്റീരിയർ ചെയ്തത് ഡൽഹിയിലാണ്. അപ്പോൾ അതും കൂടെ കൂട്ടിയാണ് നമ്മളിപ്പോൾ 1 കോടി എന്നൊക്കെ പറയുന്ന പോലെ ഏകദേശം അല്ലേ? അപ്പോൾ ഇത് ഇറക്കുമതി ചെയ്യാൻ പ്രത്യേക നൂലാമാലകളൊന്നുമില്ല, ഇഷ്യൂസ് ഒന്നുമില്ല? കുറച്ച് ഉണ്ട്. അതിൻ്റെ ചെയ്തു തരുന്ന ഏജൻസും അവരൊക്കെ ഉണ്ട്. അവർ നമ്മളോട് പറയും പിന്നെ സ്ഥലങ്ങളിലൊക്കെ നോക്കി ചെയ്യണം എന്ന് പറയും. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന കമ്പനി ഇതായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ടൂറിസത്തിന് വേണ്ടിയാണെന്നുള്ള നമ്മൾ ഇമ്പോർട്ട് ലൈസൻസ് വെച്ച് കൊണ്ടിരുമ്പോൾ നമ്മൾ ഡ്യൂട്ടി അടച്ചാൽ മതി. ശരി. നമുക്ക് എത്ര വണ്ടികളുണ്ടാകെ ഗ്രീൻലാൻഡിൽ? ഇപ്പോൾ 72 വണ്ടി. 72 ഇത്ര ഇമ്പോർട്ട് ചെയ്ത് വന്ന വണ്ടി ഇതല്ലാതെ ഏതാ ഉള്ളത്? ഇത് 3 വണ്ടി തന്നെയാണ്. ബാക്കിയെല്ലാം ഇന്ത്യയിൽ ലഭ്യമായിരിക്കും. അപ്പം നമ്മളൊരു ടൂർ കമ്പനി ലക്ഷറി വെഹിക്കിൾസ് ഉണ്ട്. ബെൻസ്, BMW. ഏതൊക്കെ വരെ ഉണ്ട്? 7 സീരീസ് ഒക്കെ ഉണ്ടോ? 7 സീരീസ് ഉണ്ട്, S ക്ലാസ് ഉണ്ട്, GLS 450 ഉണ്ട് പുതിയത്. ശരി. പിന്നെ ഓഡി A6, BM 5 സീരീസ്. അത്തരത്തിലുള്ള ഈ ടോപ്പ് എൻഡ് വണ്ടികളൊക്കെ എപ്പോഴും നമ്മുടെ ഇവിടെ ആൾക്കാർ റെന്റിന് എടുക്കുന്നുണ്ടോ? റെഗുലർ ബേസിസിൽ ഇല്ലെങ്കിലും മാസത്തിൽ നമുക്കൊരു 10 to 12 ബുക്കിംഗ്സ് ഒക്കെ ആവറേജ്. അപ്പം ഇതിൻ്റെ കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ലാഭം പ്രതീക്ഷിച്ചാണ് നമ്മൾ ഏത് കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വില കൊടുത്ത് ഈ വണ്ടിയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എപ്പോഴും ഓട്ടം വെച്ചിട്ട്? ഇപ്പം ആദ്യത്തെ 2 വണ്ടികൾ അത്യാവശ്യം മൂവ്മെൻ്റ് ആയപ്പോഴാണ് എനിക്ക് 3 കൂടെ എടുക്കാനുള്ള കോൺഫിഡൻസ് വന്നത്.
കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് റേറ്റ് കൂടുതലാണോ ഈ വണ്ടി നമ്മൾ റെന്റ് ചെയ്താൽ? അതെ, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് അനുസരിച്ചുള്ള റേറ്റ് അതിന് ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസത്തേക്ക് നമ്മളൊന്ന് റെന്റ് എടുക്കണം എത്ര രൂപയാകും? നമ്മൾ 17,000 rupees. 17 ഇൻക്ലൂഡിങ് ഫ്യൂവൽ. 8 മണിക്കൂർ 80 കിലോമീറ്റർ. അങ്ങനെ എന്തുണ്ടാവും മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് 8 kilometers ആണ് ആവറേജ് വരെ. പിന്നെ സിറ്റി ലോക്കലൊക്കെ ആണെങ്കിൽ ഇത്തിരി കുറയും. പിന്നെ ലോങ് ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു 10 വരെയൊക്കെ കിട്ടും. നമുക്ക് അതിൻ്റെ ഇന്റീരിയർ ഒന്ന് കാണാം. ശ്യാമേ വാ, നമുക്ക് ഇന്റീരിയർ കാണാം. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി കാണുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മ വരുന്നത് സിംഗപ്പൂരൊക്കെ നമ്മൾ പോയി ടൂറിന് പോകുമ്പോൾ കാണുന്ന സംഭവമാണ്. ഇത് ഗംഭീരമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ റൂഫിൽ കാണുന്ന ഇതുമൊക്കെ നമ്മൾ ചെയ്യിച്ചതാണോ അതുള്ളതാണോ? അല്ല, ഇതെല്ലാം നമ്മൾ ഇന്റീരിയർ അകത്തെ ലൈറ്റ് ഒന്നും. അപ്പോൾ ഈ സീറ്റുകളെല്ലാം മാറ്റി, എല്ലാം ഡൽഹി മാറി അല്ലേ? 3, 4, 2, 4, 3, 7, 2, 9 പേരല്ലേ? വേണമെങ്കിൽ കോ ഡ്രൈവർ അല്ലെങ്കിൽ ഒരാൾക്ക് ഫ്രണ്ടിലും ഇരിക്കാം അല്ലേ? അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഈ സൈഡ് കർട്ടൻസ് ഒക്കെ മാനുവൽ അല്ലേ? അല്ലേ? പക്ഷേ ഡോറ് സ്ലൈഡിംഗ് ഡോർ ഓട്ടോമാറ്റിക്കാണ് അല്ലേ? പിന്നെ വലിയൊരു സ്ക്രീനുണ്ട് അല്ലേ? അത് നമുക്ക് അത് ഫ്ലിപ്പ് ചെയ്യുന്നതാണ്. ഇതായി മുകളിൽ കാണുന്ന സ്ക്രീൻ അങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് തരുന്നതാണ്. ശരിക്കും നന്നായിട്ട് നല്ല ടേസ്റ്റ്ഫുള്ളി ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ അല്ലേ? പൊതുവേ ചില ഡൽഹി കമ്പനികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല, നമ്മുടെ ഇവിടുത്തെ രീതിയല്ല. ഇത് DC ഒക്കെ ചെയ്യുന്ന പോലെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡിസൈൻ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യിക്കുന്നല്ലേ? ഈ കളറും ഒക്കെ രസമായിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കാണ്. ഇതിലൊക്കെ ഒറിജിനൽ ജാപ്പനീസ് ആയതുകൊണ്ട് ജാപ്പനീസ് ഭാഷയിലാണല്ലേ ഇതിൽ സ്ക്രീനിലൊക്കെ കാര്യങ്ങൾ മാറ്റാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ AC-യുടെ ഒക്കെ കൺട്രോളുകളൊക്കെ ഇവിടെയാണ്. ഈ സ്ക്രീനും നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണല്ലോ അല്ലേ? കൊള്ളാം. അപ്പം ഇത്രയും പേര് ഇരുന്ന് കഴിഞ്ഞാൽ പോലും ലഗേജ് സ്പേസ് ഉണ്ടോ ബാക്കിൽ? കുറച്ച് അതോടെ ഒന്ന് കാണാം. നമുക്ക് ലഗേജ് കാരിയർ ഓപ്ഷണലായിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മളിവിടെ നിയമം അനുവദിക്കുമോ? പക്ഷേ കുഴപ്പമില്ല. മോശമല്ല അല്ലേ? തരക്കേടില്ലാത്ത സ്പേസ് ഉണ്ട് എന്നേ പറയാൻ പറ്റൂ. പിന്നെ ഈ സീറ്റ്സ് സ്ലൈഡിങ് സീറ്റ്സ് ആണ്. എല്ലാം സ്ലൈഡിങ്, റെയിലിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഏറ്റവും ബാക്കിലെ സീറ്റ് പോലും സ്ലൈഡിങ് ആണ്. അതുകൊണ്ട് കൂടുതൽ സ്പേസ് ഒക്കെ ഇവിടെ ആള് കുറവാണ്, ലഗേജ് കൂടുതലുണ്ടെങ്കിൽ ഈ സീറ്റ് കൊണ്ട് പുഷ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ അത്രയും ദിവസത്തേക്കൊക്കെ ഇതെടുത്ത് പോവുകയാണെങ്കിൽ ഒരു വണ്ടി കൂടെ പോകുന്നത് നല്ലതാണ് ലഗേജിന് അല്ലേ? അതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ നിന്നാൽ മതി കേട്ടോ. അത്രയും വിശാലമായ ബൂട്ട് ലിഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാനുവൽ ആണല്ലോ അല്ലേ? ഇത് മാനുവലാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിൽ എവിടെ നോക്കിയാലും ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ ടൊയോട്ടയുടെ കമ്പ്യൂട്ടേഴ്സിനൊരു ആരാധകർ കൂടുതലുണ്ട് അല്ലേ? അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. ഞാനിതിൽ 2-3 രാജ്യങ്ങളിൽ തന്നെ പോയിട്ടുണ്ട്. അതായത് ഞാൻ തായ്ലൻഡിൽ നിന്ന് ഇതിൽ തുടങ്ങി യാത്ര കംബോഡിയ വഴി വിയറ്റ്നാമിലേക്കൊക്കെ അതിൽ പോയിട്ടുണ്ട്. അങ്ങനെ എങ്ങനെ പോയാലും വളരെ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള പ്രത്യേകത. വളരെ പീസ്ഫുള്ളാണ്, സൈലന്റ് ആണ്, റാറ്റ്ലിംഗ് ഇല്ല. അതെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സർവീസിനെ പറ്റി പറയണം. അതായത് സർവീസ് എന്ന് പറയുന്നത് ടൊയോട്ടയുടെ വാഹനങ്ങൾക്ക് എപ്പോഴും സർവീസ്, എത്ര വില കൂടിയ വണ്ടിക്ക് സർവീസ് കോസ്റ്റ് കുറവാണല്ലോ. ഇതിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഇവിടുത്തെ ഇപ്പം നിപ്പോണിലൊക്കെയാണോ സർവീസ് ചെയ്യുന്നത്? നമ്മൾ ഇതിൻ്റെ പാർട്സ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ നിപ്പോണിൽ കൊടുത്ത് സർവീസ് ചെയ്യും. പിന്നെ ഇവിടെ വേറെ കമ്പനികളുണ്ട് ചെയ്തു തരുന്നത്. ശരി, നമ്മൾ തന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നതിന് ഏജൻസ് ഉണ്ട് ഇവിടെ ഉണ്ട്, കൊച്ചിയിലുണ്ട്. എന്തെങ്കിലുമൊക്കെ വേണ്ടി വരാറുണ്ടോ ഈ കഴിഞ്ഞ 2 വണ്ടികളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ? കാര്യമായിട്ടല്ലോ ബേസിക് ആയിട്ടുള്ളത് എപ്പോഴും അവൈലബിൾ ആണ്. ഫിൽറ്റർ, അങ്ങനെയുള്ള പാർട്സ്, ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഈ ബോഡി പാർട്സ് എന്തെങ്കിലും പോയാൽ കുറച്ച് സമയം എടുക്കും. പൊതുവെ അങ്ങനെ സംഭവിക്കാറുണ്ടോ? ടൊയോട്ട സംബന്ധിച്ച് റിലയബിലിറ്റി ഉള്ളതുകൊണ്ട് അല്ലേ? അല്ല, ഈ ബോഡി പാർട്സ് ഇവിടെ അങ്ങനെ അധികം അവൈലബിൾ ആയിരിക്കും. ചോദിച്ചാൽ അങ്ങനെ സംഭവിക്കാറുണ്ടോ? അപ്പം ഒരു ക്രാഷൊക്കെ ഉണ്ടാകുമ്പോഴല്ലാതെ പാർട്സ് അങ്ങനെ ഒത്തിരി മാറ്റേണ്ടി വരില്ല. ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഈ ആദ്യത്തെ വണ്ടിക്ക് ഇപ്പൊ എത്ര ഓടിക്കാണും? ആദ്യത്തെ ഹൈസ് ഒക്കെ ഇപ്പൊ വണ്ടി ഇപ്പം 1 lakh-നടുത്തായി. 1 lakh ആയി. എത്ര കാലമൊക്കെ ഓടിക്കാറുണ്ട് സാധാരണ നമ്മുടെ വണ്ടികൾ? അത് വണ്ടിയുടെ ക്വാളിറ്റി പോലെയാണ്. ഏറ്റവും കൂടുതൽ ഓടിച്ച വണ്ടി ഏതായിരിക്കും ഗ്രീൻലാൻഡിന്റെ ചരിത്രത്തിൽ? നമ്മള് ക്വാളിസ് നമുക്ക് 7 lakhs വരെ ഓടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഇന്നോവ ഒരു 6 lakhs വരെ ഒക്കെ ആയിട്ടുണ്ട്. എത്ര ഇന്നോവ കാണും നമുക്കിപ്പോ? ഇന്നോവ ഇപ്പോൾ എനിക്ക് ഏകദേശം 21 വണ്ടി ഉണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണല്ലേ? ഇന്നോവയാണല്ലേ? കംഫർട്ടാണ്, സ്പേസ് ഉണ്ട്, ലഗേജ് കുഴപ്പമില്ല. അങ്ങനെ അത് ക്രിസ്റ്റയാണ് ഇപ്പൊ പുതിയതൊക്കെ. ഇപ്പൊ ക്രിസ്റ്റയാണ്. ഹൈക്രോസും ഉണ്ട് നമ്മുടെ ഉണ്ടല്ലേ?
എന്നാലും കൂടുതൽ ആളുകൾ ഇപ്പോഴും ക്രിസ്റ്റ തന്നെ പറയും. ആ ശരി. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രീൻലാൻഡിന്റെ വണ്ടിയാണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ? ഇപ്പം നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഇപ്പം പ്രസ്റ്റീജിന്റെ ചെയർമാൻ വന്നാൽ എയർപോർട്ടിൽ നിന്ന് അവർ ഇതിൻ്റെ അകത്ത് കയറുന്നു. നമ്മളൊരു ലാൻസിലെ മുകേഷ് അംബാനി അവരെ വരുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ മീറ്റിംഗ് ഒക്കെ ഇതിനകത്തൊക്കെ നടന്നോളും. മീറ്റിംഗ് വലിയൊരു ഇതാണ്. പിന്നെ ഫിലിം സ്റ്റാർസിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചാണ് നമ്മുടെ ചിയാൻ വിക്രം ഒരു ഇന്റർവ്യൂ ഇതിനകത്ത്. അതൊക്കെ എന്താന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് വലിയ ഷെയ്ക്കൊന്നും ഇല്ലാതെ നല്ല സസ്പെൻഷൻ ഒക്കെ ആയതുകൊണ്ട് ഓടിക്കോളും. അപ്പൊ ഇന്ത്യൻ റോഡുകൾക്ക് പറ്റിയ വാഹനമാണോ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ? നമ്മളിപ്പോ പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ഇപ്പോൾ ഓടിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒക്കെ തന്നെ ഇതും അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കുഴപ്പമില്ല. പിന്നെ ഓഫ് റോഡിങ്ങിനൊന്നും പറ്റില്ല. ഇപ്പൊ കേരളത്തിലെ റോഡുകളിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ പൊതുവെ പോകുന്ന സ്ഥലങ്ങൾ മൂന്നാറൊന്നും വലിയ കുഴപ്പമില്ല. മൂന്നാർ, തേക്കടി, കുമരകം, കോവളം, വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പ്രശ്നമാണ്. അപ്പൊ ഈ ആദ്യത്തെ വണ്ടി എത്ര കാലം കഴിയുമ്പോൾ വിൽക്കാനാണ് സാധ്യത? എത്ര കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിയുമ്പോഴായിരിക്കും? ടൊയോട്ട ആയതുകൊണ്ട് ഇതിന് കുറച്ചും കൂടെ റിലയബിലിറ്റി ഉണ്ട്. അപ്പം നമ്മളെ വേറെ ബ്രാൻഡ്സിനൊന്നും അത്രയും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഫസ്റ്റ് വെഹിക്കിള് പുതിയ ഷോറൂം കണ്ടീഷൻ പോലെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആ വണ്ടിയുടെ ക്വാളിറ്റി കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വിൽക്കണമെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നണമല്ലേ? കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടെമ്പോ ട്രാവലർ എടുത്തിട്ട് ഒരു 1 lakh കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൂരേക്ക് വിടാനൊരു പേടിയുണ്ടാവും. അതിന്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് കൊണ്ട് വരാൻ കുറേ ചാൻസസ് ഉണ്ട്. അതേസമയം ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓൾ വേൾഡ് റിനോൺഡാണ്. കുറച്ച് നാളും ഞാൻ ഒരു ഫീച്ചർ കണ്ടത് 12 ലക്ഷം ഓടിയ കമ്പ്യൂട്ടർ. അപ്പം അത്രയും റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ അതിനോട് കണക്ട് ചെയ്ത് എല്ലാ പാർട്സും AC ആണെങ്കിലും ഒക്കെ നല്ല പെർഫോമൻസ് ആണ്. ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതുപോലെ. അപ്പൊ ഈ പറഞ്ഞാൽ ഒരു തവണ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കാലാകാലം ഓടിക്കൊണ്ടിരിക്കും അല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് നമുക്കൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആണിത് അല്ലേ? നമ്മളിത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഇനി മൊത്തത്തിൽ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് കേരളത്തിലെ ടൂറിസം വിപണിയൊക്കെ ഇപ്പം വീണ്ടും സജീവമായോ? കൊറോണയ്ക്ക് ശേഷം മുഴുവനായി സജീവമായിട്ടില്ല, എന്നാലും ആയിക്കൊണ്ടിരിക്കുന്നു. ഒരുവിധം ബുക്കിംഗ്സ് ഒക്കെ കൂടുതൽ വരുന്നുണ്ട്. കോവിഡ് കാലത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് കാണുമല്ലോ. അതെ വലിയൊരു എമൗണ്ട് EMI, വേറെ വണ്ടി റീഫിനാൻസ് ചെയ്തിട്ട് ആ എമൗണ്ട് കൊണ്ട് EMI അടയ്ക്കേണ്ട അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഒരുവിധം ശരിയായി കരകയറി വരുന്നു അല്ലേ? എന്നാലും ആ പഴയ പോലെയുള്ള ഗ്രൂപ്പ് ടൂറുകളൊക്കെ അത്ര അങ്ങോട്ട് വരുന്നില്ല. ഇപ്പൊ പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇനി അടുത്ത സീസണിലേക്ക്, ഇപ്പൊ ഏകദേശം സീസൺ തീരാറായി ഫോറിൻ ടൂറിസ്റ്റുകൾ. ഇനി അടുത്ത സീസണിലേക്ക് കൂടുതൽ വരുന്നുള്ളൊരു എക്സ്പെക്ടേഷൻസിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനായിട്ടൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഗ്രീൻലാൻഡ് വിത്ത് ഈ ഹൈയേഴ്സ് പോലുള്ള വാഹനങ്ങളോട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു ദിവസം 17,000 രൂപ എന്നത് എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇന്നിപ്പോൾ ആദ്യത്തെ വാഹനത്തിൻ്റെ ഓണർ, അതായത് ഹ്യുണ്ടായി ഇയോണിൻ്റെ ഓണറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം ആദ്യം വാങ്ങിക്കാൻ തീരുമാനിച്ചത് മാരുതിയുടെ വാഗണാറാണ്. കാരണം ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയത് വാഗണാറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബജറ്റിൽ നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. തന്നെയല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു, 2009 മോഡലിന് പോലും 2014 മോഡൽ ഇയോണിനേക്കാളും വിലയുണ്ട് വാഗണാറിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളിലൊന്നാണ് വാഗണാർ. വാഗണാറിൻ്റെ വിൽപ്പന ഇത്രയും വർഷം കഴിഞ്ഞിട്ട് കുറഞ്ഞിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം. നിങ്ങൾ സെയിൽസ് ചാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന വിൽപ്പന ഇപ്പോഴും വാഗണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാഗണാറിൻ്റെ ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ പേര് ഷബീർ. ഷബീർ. ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ സമയങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. പിന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനൊരു സ്ഥലം ട്രാവൽ ചെയ്ത് വരുമായിരുന്നു. പിന്നെ സമയത്ത് ഞങ്ങളിതുപോലെ പെട്ടെന്നൊരു സിനിമയുടെ ലൊക്കേഷൻ കണ്ട്.
ലൊക്കേഷൻ കണ്ടപ്പോൾ അപ്പോൾ നമ്മൾ ഈ കലയോടൊക്കെ ചെറിയൊരു താല്പര്യമുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ മാപ്പിള, ഞാൻ മലപ്പുറം സൈഡിൽ നിന്ന് വരുന്നത്, അപ്പോൾ നമ്മൾ ഈ കല്യാണ വേദികളിലൊക്കെ പാട്ട് പാടുക അങ്ങനത്തെ ചെറിയ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ പോയ സമയത്ത് ഇതുപോലെ പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റുകളെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ഞാൻ നമ്മളെ ഡാൻസർ വിനീത് ഉണ്ടല്ലോ, അപ്പോൾ സാറിനെ ഞാൻ ഫസ്റ്റ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഒരു റെഡ് ടീഷർട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആളെ ഫേസ് നോക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അക്ഷയ് എന്നിട്ട് ഒരു കൂട്ടുകാരുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമയിൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, നമുക്കൊരു അവസരം ചോദിക്കാനൊക്കെ. അങ്ങനെ അവനോട് ചോദിച്ചിങ്ങനെ സിനിമയിൽ ഒരു അവസരം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് ശരിക്കും കലയോടെ ഒരു താല്പര്യനോട് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ചെറിയ ലെവലിൽ സിനിമകളിലൊക്കെ ഉണ്ട്. അവസാനം ഞാൻ ഇപ്പൊ ചെയ്തത് എനിക്ക് തോന്നുന്നു ആടുജീവിതം ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പാർട്ടായിട്ട് എൻ്റെ. പിന്നെ ഞാൻ പ്രേം സാറിന്റെ തന്നെ കൊറോണ പർപ്പസ് എന്നുള്ള സിനിമയിലുണ്ടായിരുന്നു. റീസെന്റ് ആയിട്ട് ഞാൻ മറിമായൊക്കെ ചെയ്യുന്നുണ്ട്. ആണല്ലേ? ശരി. അപ്പൊ ഈ മുഖം നോക്കി വെച്ചോട്ടെ എല്ലാവരും. അപ്പൊ എത്ര കാലമായി ഇപ്പൊ വാഗണാറിലേക്ക് എത്തിയിട്ട്? ഇതിപ്പോ എന്റെ കൂടെ ഏകദേശം ഒരു 10 വർഷത്തോളമായി. 2015 പഠിച്ചു. പുതിയതെടുത്ത ഇതിന്റെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങള് അന്ന് ഫാമിലിയിലൊക്കെ ചെറിയ കാറുകളൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഡ്രൈവിംഗ് പഠിക്കുന്ന അംബാസിഡർ, ഫാദറിന്റെ പഴയ അംബാസിഡർ ഉണ്ടായി. ഫാദറിന് ഗൾഫിലായിരുന്നു ആദ്യം. പിന്നെ ചെറിയ ബിസിനസിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ അന്ന് ഈ അംബാസിഡറൊക്കെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുക അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഫാദറിൻ്റെ കൂടെയൊക്കെ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ഫാദറിൻ്റെ കൂടെയൊക്കെ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഒക്കെ തോന്നുന്നു 13-14 വയസ്സിലൊക്കെ ചെറിയ ലെവലിലൊക്കെ ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിക്കാൻ തുടങ്ങും. അപ്പം അന്ന് മുതലേ നമുക്കൊരു ആഗ്രഹമാണ്, ഒരു വണ്ടി വേണം, കാറ് വേണം എന്നുള്ളത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഫാദറിൻ്റെ മദറുണ്ട്, കുറച്ച് ഏജുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് എൻ്റെ മനസ്സിൽ സ്വിഫ്റ്റ് ഒക്കെ ആയിരുന്നു. നമ്മൾ ആ ഒരു ചെറിയൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്വിഫ്റ്റ് ഒക്കെ ആണല്ലോ മെയിനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ കംഫർട്ടും നമുക്കൊരു യാത്രാസുഖം, പിന്നെ പ്രായമുള്ള ആൾക്കാർക്ക് ഇരുന്ന് കയറാനൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സുഖമായിട്ട് തോന്നിയ വാഗണാർ. അന്ന് പുതിയതെടുത്ത 2015 പക്ഷേ നമുക്ക് ഇന്ന് വരെ അതൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. 10 വർഷം ചെയ്ത് ഒരു 1,00,000 കിലോമീറ്ററിന്റെ മുകളിലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ വണ്ടി ഇപ്പോഴും ഒരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. പിന്നെ വലിയ മെയിൻ്റനൻസും ഇല്ല. ഈ വാഗണാർ എന്ന് പറഞ്ഞ വാഹനം ഇത്രയും ആൾക്കാർ നെഞ്ചിലേറ്റുന്ന ഏറ്റവും വലിയൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എത്ര ഉപയോഗിക്കും ചെയ്യാം. പെട്രോൾ അടിക്കാൻ ഉപയോഗിക്കുക എന്നുള്ള പറഞ്ഞ പോലെ റീസെയിൽ വാല്യൂ നല്ലപോലെ വിറ്റാലും. മൈലേജ് എങ്ങനെയുണ്ട്? എന്ത് കിട്ടും? മൈലേജ് എനിക്ക് തോന്നുന്നു ഒരു 17 ടൗണിലും ടൗണിലേക്ക് തോന്നുന്നു എന്നാലും ഒരു 3-4 കിലോമീറ്റർ കുറയാന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതൊരു 1 ലിറ്റർ CC വരുന്നുള്ളൂ, 1000 CC വരുന്നുള്ളൂ, വലിയ പവർ ഒന്നും അല്ലല്ലോ. ഈ വണ്ടിയുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ഒരു കംഫർട്ടാണ്. സാറിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒരു ഇങ്ങനെ കസാലയിലൂടെ റോട്ടിലൂടെ പോലോ, ചില വിദേശ രാഷ്ട്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ മെട്രോ പോണ പോലെ അങ്ങനെ പോവല്ലോ, എല്ലാരും കണ്ടിട്ട് അങ്ങനെ ഒരു നല്ല വിസിബിലിറ്റി, ഗ്ലാസ് ഏരിയ ഇഷ്ടം പോലെയാണ്, നല്ല ഹൈറ്റുള്ള സീറ്റിംഗ്, സ്റ്റിയറിംഗിന്റെ പൊസിഷൻ ഗംഭീരമാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ടോൾ ബോയ് ഡിസൈൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ഗുണങ്ങൾ അതൊക്കെയാണ്. അതാണ് ഇതിൽ കാണുന്നത്. അതെ, ഇതിന്റെ ഇപ്പൊ 2019 പുതിയ ഒരു വേഷം വന്നിട്ടില്ല. അതും ഇതുപോലെ ശരിക്കും ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ പോലെ മത്തി വെക്കണ പോലെ അതാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ സെയിൽ കുറയുന്നില്ലെന്ന് വെച്ചാൽ ഒരു സംഭവം തന്നെയാണ്. ഇതിന് കംഫർട്ടിനാണ്. ആ ഒരു തോന്നുന്നു ഒരു 8 ലക്ഷം രൂപ. പിന്നെ ഇപ്പൊ നമുക്കൊരു VX ZX ഒക്കെ എടുക്കണമെങ്കിൽ ഒരു 8 ലക്ഷം രൂപ അങ്ങനെ ഒരു ടോപ്പ് എൻഡ് മോഡലിൽ വരും. അപ്പൊ ആ ഒരു പ്രൈസിൽ കിട്ടുന്ന ശരിക്കും പറഞ്ഞ ഒരു സ്കോർപ്പിയോനൊക്കെ നമ്മളെ മറ്റേ വെട്ടിച്ചെടുത്താക്കാന്ന് പറയും. അപ്പൊ ആ ഇതിൽ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് വാഗണാർ. മെയിൻ്റെനൻസ് കോസ്റ്റ് സാധാരണ എത്രയൊക്കെ വരുന്നുണ്ട്? സാധാരണ നമ്മളൊക്കെ തോന്നുന്നു എനിക്ക് നോർമലായിട്ടൊരു 14,000 രൂപയുടെ എഞ്ചിൻ ഓയിൽ നമ്മളെ പീരിയോഡിക് സർവീസ് ഉണ്ടല്ലോ, നമ്മൾ ഒരു 10,000 കിലോമീറ്റർ 8,000 കിലോമീറ്ററിലൊക്കെ ഓടുന്ന സർവീസ് ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. പിന്നെ നമ്മള് മെയിനായിട്ട് നല്ലപോലെ നോക്കുകയാണെങ്കിൽ ഇത് എത്ര ഇപ്പൊ മാരുതിയുടെ പഴയ വണ്ടികളൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ടല്ലോ, 800 ഒക്കെ പോലത്തെ സെന്നൊക്കെ പോലത്തെ വണ്ടികൾ ഇപ്പോഴും ഓടുന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മാരുതിയുടെ എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി ആണ്. ഇതിന്റെ വലിയ പവർ ഒന്നും നമ്മൾ നോക്കരുത്. ഒരു ടർബോ എഞ്ചിൻ എടുത്തിട്ട് നമ്മൾ ഇതിന് പവർ ഇല്ലാന്ന് പറയരുത്. ഇതിന്റെ റിലയബിലിറ്റി ഇതിന്റെ ഒരു സെറ്റപ്പും വേറെയാണ്. എത്ര കാലം ഓടിക്കാനാണ് ഇനി പരിപാടി? ഞാൻ ഇതിന്റെ എഞ്ചിന് ഇതിന്റെ ഹാർട്ട് എപ്പോഴാണ് നിൽക്കുന്നത് അതുവരെ എപ്പോഴാണ് അറ്റാക്ക് വരുന്നത്, അറ്റാക്ക് എപ്പോഴാണ് വരുന്നത് അതുവരെ ഇത് നമുക്ക് എനിക്ക് പിന്നെ എന്റെ പേഴ്സണലി എന്റെ ലൈഫിൽ കിട്ടിയത് ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ ഒരു 10ാം ക്ലാസ്സൊക്കെ പാസ്സായ സമയത്ത് നമ്മളെ ഫാദർ എടുത്തൊരു വണ്ടി പാഷൻ പ്രോ. ഞാൻ അന്ന് മനസ്സിൽ വെച്ച ഗ്ലാമർ പൾസറിനോട്. പക്ഷെ എൻ്റെ അതേ സുഹൃത്ത് തന്നെ ഫാസിലും പറഞ്ഞ സുഹൃത്ത് ഞങ്ങൾ അവൻ്റെ പൾസറായിരുന്നു അന്ന് 180 അന്തോട്ടായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഇടക്കിടക്ക് ബജാജിയുടെ ഞങ്ങൾ ഷോറൂമിൽ പിന്നെ ഭയങ്കര കണക്ഷനായി. കാരണം ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 3-4 ദിവസം അവിടെയൊക്കെ തന്നെ. അപ്പൊ അവര് ഞങ്ങളോട് നിങ്ങളെടുത്ത സ്റ്റാഫുകളെന്ന് ചോദിക്കാം. അല്ല സാറേ ഞങ്ങൾ സ്റ്റാഫല്ല, ഞങ്ങൾ വണ്ടി റിപ്പയർ ചെയ്യാൻ വന്ന ആൾക്കാരാ.
ആ ഷോപ്പിന്റെ ഒക്കെ ഏകദേശം എല്ലാ മൂലകളും എനിക്ക് അറിയാം, വരുന്നത് എങ്ങനെയാണ് പോണത് എങ്ങനെയാന്നൊക്കെ. അപ്പൊ അതൊക്കെ മനസ്സിലായപ്പോ എനിക്ക് തോന്നി ഇത് വർക്ക്ഷോപ്പിൽ നിന്ന് എണീക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഹീറോയുടെ ഏതെങ്കിലും മോഡൽ എടുക്കാൻ തോന്നി. അപ്പൊ ആ വണ്ടി ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. 15 വർഷമായിരുന്നു. ഇപ്പോഴും അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഹീറോ ഹോണ്ട മാരുതി എന്നൊക്കെ പറയുമ്പോഴേ ഇത്രയും ജനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഏതൊരു ലക്ഷറി വണ്ടിയുള്ള ആൾക്കാർക്കും ചിലപ്പോൾ മാരുതി ഒരു വണ്ടി, ചിലപ്പോൾ സെലേറിയ ഓട്ടോമാറ്റിക്കാ, ചിലപ്പോൾ വൈഫിന് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ ടൗണിൽ പോകാനൊക്കെ ഒരു നോർമൽ മാരുതിയുടെ വണ്ടികൾ എന്തായാലും അപ്പൊ അതിന്റെ ലക്ഷറിയും കംഫർട്ട് അല്ല, വണ്ടിയുടെ റിലയബിലിറ്റി അതിന്റെ ഒരു ഇതൊക്കെ പറഞ്ഞ പോലെ. ഇലക്ട്രിക് കാറുകൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? പുതിയ ഇലക്ട്രിക് കാറുകൾ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. സാറിന്റെ വണ്ടി ഞാൻ എന്റെ സുഹൃത്ത് വഴി നല്ല അത് നമ്മളെ തന്നെ ഈ എന്താ പറയാ സൈലന്റ് അല്ല, സീറോ സൈലന്റ് എന്നൊക്കെ പറയില്ല. സീറ്റിംഗ് പൊസിഷനൊക്കെ ഏകദേശം ഇതിന്റെ ഒരു രീതികളാണ്. ഇത് ചില ആൾക്കാരെ വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇത് ഓണാണോ ഓഫാന്ന് അറിയില്ല, കാരണം അത്രയും മൈക്രോ സൈലന്റ് ആണ് ആ സാധനം. അപ്പൊ ഇനിയിപ്പോ ഒരു അപ്ഗ്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇലക്ട്രിക്കിലേക്ക് പോകുമോ? അതിനുള്ള സമയമായി തോന്നുന്നുണ്ടോ? ഇലക്ട്രിക്കിന്റെ സമയം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മളിപ്പോ ഒരു മലപ്പുറം സൈഡിൽ നിന്ന് വന്ന് ഒരു ഏകദേശം ഒരു 150 കിലോമീറ്റർ റേഞ്ചിലൊക്കെ നമുക്ക് പിടിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ ട്രിപ്പിന് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇത് എവിടെ വെച്ചിട്ട് ഞാൻ എടപ്പള്ളി നിൽക്കുന്ന സമയത്ത് ഒരു ബ്രാൻഡ് ഞാൻ പറയണില്ല, ബ്രാൻഡിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിങ്ങനെ തള്ളി 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 പോണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല ടയർ പഞ്ചറാവ്, കാറ്റില്ലാണ്ട് എന്താ ചേട്ടാ വല്ല ടയർ മാറ്റാൻ സഹായിക്കുന്നത്, വല്ല മോനെ ഇതിന്റെ ബാറ്ററി റേഞ്ച് ഉണ്ട് പക്ഷെ സാധനം പറ്റിയിരുന്നു. അപ്പൊ ഈ സെക്യൂരിറ്റി നമ്മൾ ഈ കോഴിക്കോട് മാർക്കറ്റിലൊക്കെ പോകണ്ടല്ലേ, ഈ കൈവണ്ടികളുള്ളൂ, എന്താ പോലെ ഓഹൈ എന്നിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ട്. അയാള് വന്ന് വെളുക്കാൻ വെച്ച പണ്ടേ പറഞ്ഞ പോലെ അയാൾ പെട്ട് ശരി. അതിനെ സംബന്ധിച്ചാൽ ചില ബ്രാൻഡുകളുടെ കാര്യത്തിലൊരു പ്രശ്നം അതാണ്, ഒരു 75% റേഞ്ച് കഴിയുമ്പോൾ 25% ഭാഗം നിങ്ങൾ പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പ് ആവും. നമ്മുടെ കണക്കൂട്ടിൽ പിഴച്ചു. ഇപ്പോഴും ചില ബ്രാൻഡുകൾക്കുണ്ട്. പക്ഷേ സാറിന്റെ വീഡിയോസ് ഞങ്ങൾ കാണാറ് മൈജിയുടെ കറക്റ്റ് സാർ പറഞ്ഞ പോലെ റേഞ്ച് കിട്ടുന്നവരുണ്ട്. ശരിക്കും വളരെ ഭാഗ്യമാണ്. ഇത് പെട്രോള് മറ്റേ CNG എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്രോളൊക്കെ പറ്റി നമുക്ക് അറിയാലോ, എന്തെങ്കിലും വല്ല കുപ്പിയിലെടുത്ത് ഒഴിക്കേ കുപ്പി വാങ്ങിച്ചോണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കൈയാട്ടിട്ട് ഇത് പെട്രോൾ പറ്റിയ ആൾക്കാർ കുപ്പി വേണമെങ്കിൽ അപ്പം തന്നെ നിർത്തില്ല. പൊതുവെ കൊച്ചിക്കാർ നിർത്താറില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ മറ്റേ ഒരു സാധനത്തിന്റെ സാധനം മേടിച്ചിട്ട് ടിക്കിൽ വെച്ചിട്ട് സാധനം വീട്ടിലേക്ക് എത്തിക്കും. പക്ഷെ ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്ലാനിങ് തീർച്ചയായിട്ടും ആവശ്യമാണ്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് ഇനിയിപ്പോ പുതിയ വേഷം വരുന്നുണ്ട്, റേഞ്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രൈസിലെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർ ചിലപ്പോൾ മേടിക്കാൻ തുടങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ ബാറ്ററി അതിനൊക്കെ ഇങ്ങനെ കാലം കൂടുന്തോറും ഇപ്പൊ നമ്മളെ പണ്ടത്തെ കാലത്തൊക്കെ ഈ ഓട്ടോറിക്ഷയൊക്കെ ഇങ്ങനെ പിടിച്ചടിച്ചിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, കിക്കർ പിടിച്ചടിച്ചിട്ട് അത് ഷെൽഫിക്ക് വന്ന് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ upcoming projects. Okay, thank you. അപ്പോൾ നമ്മുടെ റോഡുകളിൽ അപൂർവമായിട്ടുള്ള ടൊയോട്ട ഹൈയേഴ്സ് ആയിരുന്നു ഈ ഒരു എപ്പിസോഡിലെ താരം എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, ടാറ്റ AIA ലൈഫിൻ്റെ ടാക്സ് ബൊണാൻസ കൺസംപ്ഷൻ ഫണ്ട് ഇപ്പോൾ മാർച്ച് 31-നാണ് അത് അവസാനിക്കുന്ന. ആ NFOയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഏറ്റവും പറ്റിയ അവസരം. അപ്പോൾ ചെറിയ നിക്ഷേപങ്ങൾ പോലും വലിയ നിക്ഷേപമായിട്ട് മാറുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണത്. തന്നെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് ബെനിഫിറ്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു നിക്ഷേപ പദ്ധതിയിലൂടെ കിട്ടും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പരിശോധിച്ച് നോക്കുക. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് പുതിയ റാപ്പിഡ് ഫെയർ കൊണ്ട് കാണാം. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, ബൈ.